തീരുവ പിശാച് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. എല്ലാ രാജ്യങ്ങൾക്കും ഇനി 10% താരിഫ് മാത്രം. ട്രംപിന് ഇരട്ടടി കൊടുത്ത് കോടതി. തീരുവ രാജാവിനെ പിടിച്ചുകെട്ടി US സുപ്രീം കോടതിയുടെ ഉത്തരവ്. 10% താരിഫിൽ ട്രംപ് ഒപ്പിടിച്ചു. തീരുവ യുദ്ധത്തിൽ സ്വന്തം സുപ്രീം കോടതിക്ക് മുന്നിൽ അടിപതറിയിരിക്കുകയാണ് ട്രംപിന്. ഇറക്കുമതി നികുതി 10% മാത്രമേ ഇനി ചുമത്താവൂ. എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ. ഇറക്കുമതി നികുതി കൂട്ടിയാൽ അമേരിക്കയിൽ വിലക്കയറ്റം ഉണ്ടാകുമെന്നും കോടതിയുടെ മുന്നറിയിപ്പ്. ജനങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങൾ വല്ലാതെ മാറിപ്പോകും. ഇറക്കുമതിയില്ല എങ്കിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നൽകാനാകില്ല എന്നും കോടതിയുടെ മുന്നറിയിപ്പ്. ലോകമെമ്പാടുമുള്ള ഇറക്കുമതികൾക്ക് 10% പുതിയ താരിഫ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. രാജ്യത്തിന്റെ സുപ്രീം കോടതി നേരത്തെ ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ നിർത്തലാക്കാൻ തീരുമാനിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം പുതിയ താരിഫുകൾ 150 ദിവസത്തേക്ക് പരിമിതപ്പെടുത്തുന്ന ഒരു നിയമത്തിന് കീഴിലായിരിക്കും. എല്ലാം ഏകദേശം ഉടൻ പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയുന്നത്. പുതിയ താരിഫുകൾ വരുന്നതോടെ ഒരു ക്രമീകരണ പ്രക്രിയ ആരംഭിക്കുമെന്ന് ട്രംപ് പറയുന്നു. ഞങ്ങളുടെ സ്വീകാര്യവും ശരിയായതുമായ താരിഫ് രീതിക്കെതിരെ വോട്ട് ചെയ്ത സുപ്രീം കോടതിയിലെ അംഗങ്ങൾ സ്വയം ലജ്ജിക്കണം എന്നാണ് ഇപ്പോൾ അപമാനിതനായ ട്രംപ് പറയുന്നത്. അവരുടെ തീരുമാനം പരിഹാസ്യമായി എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ ഇപ്പോൾ ക്രമീകരണ പ്രക്രിയ ആരംഭിക്കുകയാണ്. മുൻപ് ഞങ്ങൾ സ്വീകരിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പണം സമ്പാദിക്കാൻ എന്തൊക്കെ സാധിക്കുമോ അതെല്ലാം ചെയ്യും എന്ന ഒരു പോസ്റ്റിൽ ട്രംപ് എഴുതി. പൂർണ്ണമായും പരീക്ഷിക്കപ്പെടുകയും നിയമമായി അംഗീകരിക്കപ്പെടുകയും ചെയ്ത പുതിയ താരിഫുകൾ അവരുടെ വഴിയിലാണെന്നും റിപ്പബ്ലിക്കൻ നേതാവ് കൂട്ടിച്ചേർത്തു. ഇത് ട്രംപിന് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ്. ട്രംപ് ശരിക്കും അപമാനിതനായി എന്ന് തന്നെ വേണം പറയാൻ. ട്രംപ് എല്ലാം ട്രംപിന്റെ ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ടുവന്ന ട്രംപിന്റെ ആ ഒരു നയങ്ങൾക്ക് ഒരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സ്വീകാര്യോചിതവുമായ താരിഫ് രീതിക്കെതിരെ വോട്ട് ചെയ്ത സുപ്രീം കോടതി അംഗങ്ങളെ ട്രംപ് ഇപ്പോൾ മോശമായി വിമർശിക്കുകയാണ്. എന്തായാലും ട്രംപ് ആശ്വസിക്കുന്നു. താൻ കൂടുതൽ പണം കണ്ടെത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും രാജ്യത്ത് കൂടുതൽ പണം കൊണ്ടുവരുമെന്നുമാണ് ട്രംപിന്റെ പ്രസ്താവന. പുതിയ താരിഫുകൾ പൂർണ്ണമായി പരീക്ഷപ്പെടുകയും നിയമമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അവ നിലവിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ട്രംപിന്റെ സാമ്പത്തിക അജണ്ടയിലെ നിർണായകമായ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി അദ്ദേഹത്തിന് കനത്ത നഷ്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത്. പരാജയത്തിൽ ട്രംപ് രോഷാകുലനാണ്. സുപ്രീം കോടതിയെ ട്രംപ് വിമർശിക്കുന്നു. തനിക്ക് ലജ്ജ തോന്നുന്നുവെന്നും വിധി അങ്ങേറ്റം നിരാശാജനകമെന്നും ട്രംപിന്റെ പ്രതികരണം. നമ്മുടെ രാജ്യത്തിന് ശരിയായത് ചെയ്യാൻ ധൈര്യമില്ലാത്ത ചില കോടതി അംഗങ്ങളെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ഈ കോടതിയിലെ ചില അംഗങ്ങൾ വാസ്തവത്തിൽ തീവ്ര ഇടതുപക്ഷ ഡെമോക്രാറ്റുകൾക്കും അവർ വെറും വിഡ്ഢികളുമാണ്. ഇതുമായി യാതൊരു ബന്ധവുമില്ല. ദേശസ്നേഹമില്ലാത്തവരും ഭരണഘടനയോട് വിശ്വസ്തതയില്ലാത്തവരുമാണ്. കോടതിയുടെ തീരുമാനത്തെ മാറ്റാൻ കഴിയുന്ന ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്തതിനാൽ മറ്റു രാജ്യങ്ങളോടും ബിസിനസ്സുകളോടും ചോദിക്കുന്നതിൽ അദ്ദേഹം വളരെ എളിമയുള്ളവനായിരുന്നു എന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കയെ വീണ്ടും മികച്ചതാക്കാൻ കഴിഞ്ഞ വർഷം താൻ താരിഫുകൾ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് അടുത്തിടെ 50,000 മാർക്ക് തകർത്തു. അതേസമയം S&Pയിൽ 7,000 മാർക്ക് തകർത്തു. ഞങ്ങളുടെ മണ്ണിടിച്ചിൽ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ എല്ലാവരും കരുതിയ 2 സംഖ്യകൾ എന്റെ ഭരണത്തിന്റെ അവസാനം വരെ 4 വർഷം വരെ എത്താൻ സാധിക്കുകയില്ല എന്നും ട്രംപിന്റെ വീരവാദം. പരിഹരിച്ച യുദ്ധങ്ങൾ എന്ന തന്റെ അവകാശ വീതം വീണ്ടും ട്രംപ് ആവർത്തിക്കുകയാണ്. താൻ ഒത്തുതീർപ്പാക്കിയ 8 യുദ്ധങ്ങളിൽ 5 എണ്ണം അവസാനിപ്പിക്കാൻ താരിഫ് ഉപയോഗിച്ചുവെന്നും ട്രംപ് പറഞ്ഞു. താരിഫുകളിൽ മികച്ച ദേശീയ സുരക്ഷ നൽകി. നമ്മുടെ ശക്തമായ അതിർത്തിക്കൊപ്പം നമ്മുടെ രാജ്യത്തേക്ക് ഫെന്റനിൽ വരുന്നത് 30% കുറച്ചു. നിയമവിരുദ്ധമായി ഈ വിഷം നമുക്ക് അയക്കുന്ന രാജ്യങ്ങൾക്കെതിരായ ശിക്ഷയായി ഞാൻ അവ ഉപയോഗിക്കുമ്പോൾ ആ താരിഫുകളെല്ലാം അവശേഷിക്കുന്നു. എന്നാൽ കോടതി തെറ്റായി നിരസിച്ചവയ്ക്ക് പകരം മറ്റു ബദലുകൾ ഇപ്പോൾ ഉപയോഗിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ വൈറ്റ് ഹൌസ് തിരിച്ചെത്തിയ 6 മാസത്തിനു ശേഷം ട്രംപ് പഴയ ആഗോള സാമ്പത്തിക ക്രമം പൊളിച്ചു മാറ്റുകയായിരുന്നു. ഏകപക്ഷീയമായ വ്യാപാര കരാറുകൾക്ക് സമ്മതിക്കാത്ത രാജ്യങ്ങളെ ശിക്ഷിക്കാനും അങ്ങനെ ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് വലിയ ഇളവുകൾ നേടിയെടുക്കാനും US-ന്റെ വലിയ സാമ്പത്തിക ശക്തി ഉപയോഗിച്ചു. ഏപ്രിൽ 2-ന് US പ്രസിഡന്റ് വ്യാപാര കമ്മിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% വരെ പരസ്പര നികുതികളും മറ്റെല്ലാ രാജ്യങ്ങൾക്കും 10% അടിസ്ഥാന നികുതികളും പ്രഖ്യാപിച്ചു. വ്യാപാര കമ്മി ഒരു ദേശീയ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിക്കാൻ അദ്ദേഹം 1977 നിയമം കൊണ്ടുവന്നു. അത് അദ്ദേഹത്തിന്റെ വ്യാപകമായ ഇറക്കുമതി നികുതികളെ ന്യായീകരിക്കുകയായിരുന്നു. ഈ പ്രഖ്യാപനം പ്രതിഷേധത്തിന് ഇടയാക്കിയതോടെ രാജ്യങ്ങൾക്ക് ചർച്ച നടത്താൻ അവസരം നൽകുന്നതായി അദ്ദേഹം 90 ദിവസത്തേക്ക് പരസ്പര താരിഫുകൾ നിർത്തിവെച്ചു. ഒടുവിൽ ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ചില രാജ്യങ്ങൾ വഴങ്ങി. തീരുവ ഏർപ്പെടുത്തിയതിൽ കൂടുതൽ തിരിച്ചടി ഇപ്പോൾ ട്രംപിന് നേരിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.